മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനുമായിട്ടാണ് സംവദിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വർത്തമാനം പറയാൻ പോകുന്നത് ബിനോയ് തോമസ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തോട് വർത്തമാനം പറയുന്നത് ഇന്ന് ഞാനാണ്. നിങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് എൻ്റെ പേര് രഘുനന്ദൻ എന്നാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന 2 അധ്യാപകർ ഷാർജ പുസ്തകമേളയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഒരാൾ കേരളത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഒരാൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള 2 മാഷന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ മാഷന്മാർ വർത്തമാനം പറയുമ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ മാഷന്മാർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ചെന്നാലും മാഷാണ്, ഞങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ലെങ്കിലും മാഷാണ് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വർത്തമാനം പറയുന്നതിൻ്റെ ഒരു സുഖമില്ല, കലവില വരച്ച് വെച്ചുകൊണ്ട് വർത്തമാനം. അതായത് ഞാൻ കുറേ ചോദ്യം ചോദിക്കുന്നു, വിനോയ് കുറേ മറുപടി പറയുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒന്ന് തുടങ്ങി വയ്ക്കാം. ബിനോയ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കാം. കാരണം ഞങ്ങൾ കുട്ടികളിൽ നിന്ന് അത്തരം ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് വശമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് വിനോയുടെ ഏറ്റവും പുതിയ പുസ്തകം പ്രോത്താസീസിൻ്റെ ഇതിഹാസം, ഈ പുസ്തകം മാത്രമല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും. എന്താണ് സ്വാതന്ത്ര്യം? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതിലാ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാഷന്മാരെന്ന് പറഞ്ഞാൽ വെറും മാഷന്മാരല്ല, മലയാളം മാഷന്മാർ. അതെ അതെ. ഇപ്പം ദൃശ്യ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മലയാളം ടീച്ചറാന്ന് എന്നോട് പറഞ്ഞത് അവിടെ. അപ്പം നമ്മൾ 2 മലയാളം ടീച്ചേഴ്സ് തമ്മിലുള്ള അത്. അപ്പോൾ സ്വാതന്ത്ര്യമാണ്, അതായത് എഴുത്തിലുള്ള സ്വാതന്ത്ര്യത്തെ എന്നുവെച്ചാൽ ലിജീഷ് കുമാർ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തെ പറയാം. മോഹൻലാലായി ജീവിക്കാനാണ് ആഗ്രഹം, മമ്മൂട്ടിയായി ജീവിക്കേണ്ടി വരുന്നു. അതല്ലേ, അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ അവസ്ഥ. സ്വാതന്ത്ര്യം അതാണ്. എഴുത്തിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് പരിധികൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല സത്യത്തിൽ, നമുക്ക് അതിനുള്ള ഒരിത് കിട്ടുന്നില്ല. എനിക്ക് ഇപ്പം പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്, അത് എങ്ങനെ എടുക്കുന്ന ആളുകൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. ജീവിച്ചിരിക്കുന്നവരെ ഫിക്ഷണൽ കഥാപാത്രങ്ങളാക്കി മാറ്റിയിട്ട് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു, ഞാനത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മുതൽ നോവലിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള കാരണം ജവഹർലാൽ നെഹ്റുവും ആരും തമ്മിലുള്ള ബന്ധമാണ്, എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഞാൻ എഴുതിയത്. ഇന്ത്യക്ക് കാരണം ഈ ലെബോക്കോയിൻ എന്ന് പറഞ്ഞൊരു ഐറ്റമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ ലെബോക്കോയിൻ ആരുടെ കയ്യിലിരിക്കുന്നോ അവർക്കാണ് പവർ. ഇത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ്റെ കയ്യിലായിരുന്നു ഈ സാധനം ഇരുന്നത്. ഈ സാധനം അറിയാതെ എടുത്തിട്ട് എഡ്വിന നെഹ്റുവിന് കൊടുത്ത്, അതോടെ പോയി അവരുടെ പവർ തീർന്നു. അങ്ങനെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന് കാരണം ആരുടെ പ്രണയമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രണയമാണെന്ന് ഞാൻ ഭാവന ചെയ്യാണ്. അത് ചരിത്രത്തിലുള്ളതായിരിക്കണം എന്നില്ല, അതുപോലെ ഭാവന ചെയ്യാൻ കഴിയുന്നൊരു സ്വാതന്ത്ര്യം. അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി, ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു സ്വവർഗാനുരാഗിയായ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുകയാണെങ്കിലോ, ആ സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദിച്ചു പോയി ഞാൻ. അല്ല, എഴുത്തിൽ അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം, അത് എഴുതിയാലും നമുക്ക് പ്രശ്നം വരരുത്. അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എഴുത്തിൽ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭാഷ ചുരുളിയുടെ കഥാകാരനാണ്. അപ്പോൾ ഭാഷയിലും ആ സ്വാതന്ത്ര്യമല്ലേ ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട്ടിൽ, അതെ എല്ലാ വീടും അങ്ങനെ ആണെന്നില്ല കേട്ടോ. എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്, അവൾ പിന്നെ പോയി പറയും നിങ്ങൾ ഈ ചെല്ലുന്നിടത്തെല്ലാം വീട്ടിലെ കാര്യം പറഞ്ഞ് നാറ്റിക്കുന്നെന്നുള്ള ഒരു പരിപാടി. ഞങ്ങൾ ദേഷ്യം വന്നാൽ ഞാനും അവളും അങ്ങനെ ഈ ചുരുളിയിലെ ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കളികെ മിനാറിലെ കുറ്റവാളികളിൽ തെറി എഴുതി. ഞാൻ ആദ്യമായിട്ട് തെറി ഇപ്പോൾ എനിക്ക് അതിന് വളരെ ഇതായിട്ട് കുറച്ച് ഗൗരവമായിട്ട് ഉത്തരം പറഞ്ഞാൽ, കുറേ കുറ്റവാളികളായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം, പല തരത്തിലുള്ള പല തെമ്മാടികളും പലവന്മാരും വന്ന് താമസിക്കുന്നൊരു സ്ഥലം.
ആ സ്ഥലത്തെ പൊതുസമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ എന്ത് ടൂൾ നമ്മൾ ഉപയോഗിക്കും? അതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം ആ കഥ എഴുതുമ്പോൾ. പാലം കടക്കുന്നത് വരെ പൊതുസമൂഹമാണ്, നിയമം അനുസരിക്കുന്നവരാണ്, നല്ലവരാണ്, ഭയങ്കര മാന്യന്മാരാണ്. പാലം കടന്നു കഴിഞ്ഞാൽ എന്താണ് ടൂൾ? നമ്മൾ എന്തുപയോഗിച്ച് അവരെ ഇവർ പ്രത്യേകതയുള്ളവരാണ് എന്ന് കാണിക്കും? ഞാൻ നോക്കുമ്പം നിരുപദ്രവകരമായ ഒരു ടൂളെന്ന് പറയുന്നത് തെറിയാണ്. വേറെ എന്നതാ, തുണി കൊടുക്കാണ്ട് നടക്കുന്നവരായിട്ട് നമുക്ക് ചിത്രീകരിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. അത് ആൽഫയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ടി.ഡി. രാമകൃഷ്ണൻ ആൽഫ നോവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിതാ തെറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സിനിമ കൊണ്ട് ഭയങ്കര ദോഷം ഉണ്ടായെന്നൊക്കെ ചുരുളി ഇറങ്ങിയിട്ട്. ഞാൻ പറഞ്ഞ ചുരുളി കൊണ്ട് സമൂഹത്തിന് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അതേസമയം പല നന്മകൾ എന്ന് വന്ന സിനിമകൾ കൊണ്ട് ഈ സമൂഹത്തിൽ ചുരുളി കൊണ്ട് ആർക്കെങ്കിലും ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ? ഒരു സമുദായത്തിന് മറ്റൊരു സമുദായത്തോട് വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് കലഹം ഉണ്ടായിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് വിരോധം തോന്നിയിട്ടുണ്ടോ ചുരുളി എന്ന സിനിമ കണ്ടിട്ട്? ഇല്ല. പക്ഷെ നമ്മുടെ പല സാഹിത്യകൃതികളും സിനിമകളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ സമുദായക്കാർക്ക് തോന്നും, ഓ മറ്റന്മാർ എന്നാ പരിപാടിയാണ് ചെയ്തു വെക്കുന്നത്, കൊടുക്കണം എന്നുള്ള ആവേശം ഉണ്ടാക്കുന്ന സിനിമകളും സാഹിത്യം ഉണ്ടാകുന്നില്ലേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഭാഷ ഒരുമിപ്പിക്കുന്ന എല്ലാവരെയും എന്നുവെച്ചാൽ മലയാളത്തെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഒരു മലയാള അധ്യാപകൻ എന്ന നിലയിൽ തെറി എഴുതാന്നുള്ള അവിടേക്ക് വരാം. ഒന്നുകൂടി കെട്ടിക്കിടക്കുന്നു, തെറിവാക്ക് കെട്ടിക്കിടക്കുന്നു. ഇപ്പോൾ ഈ ഞങ്ങൾ അധ്യാപകർ പലപ്പോഴും ഇതിങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നല്ല 4 തെറി പറഞ്ഞിട്ട് എത്ര കാലമായി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ആ പ്രശ്നമില്ല. അല്ല, നമ്മുടെ സ്റ്റാഫ് റൂമിലേ ഇത് മറ്റേ ഒന്നും തെറിയല്ല, മയ്യൊക്കെ ഇല്ലേ, അതൊന്നും എൻ്റെ സ്റ്റാഫ് റൂമിൽ അല്ല. എന്തും ടീച്ചർമാർ ചോദിക്കുന്നതേ എന്ത് മറ്റേ പണിയാ സാറേ കാണിക്കുന്നത്? പിള്ളേരപ്പോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അടിക്കണം മറ്റോനെ അങ്ങോട്ട് എങ്ങനെ നീ എന്ത് അവിടെ അത് പ്രശ്നമില്ല എൻ്റെ സ്കൂളിൽ നിന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വലിയ ഭാഗ്യമാണ്. നാട് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഈ ചുരുളി ഇറങ്ങുമ്പോഴേ കൊറോണക്കാലത്താണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ ഓൺലൈനിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ 10ാം ക്ലാസ് എടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ സ്റ്റാറ്റസ് ഞാൻ ചുരുളിയിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ജീപ്പിൽ കയറിയത് ആയിട്ട് ആദ്യം തെറി പറയുന്നതിൽ ഒന്നാമത് ഡ്രൈവർ പറഞ്ഞു, രണ്ടാമത് ഞാനാണ് പറയുന്നത്. അപ്പം ആ പോർഷൻ മാത്രം ഇവർ കട്ട് ചെയ്തെടുത്തിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ക്ലാസ് സ്റ്റാറ്റസ് അതാക്കിയിട്ടേക്കുന്നത്, നീങ്ങിയിരിക്കടാ മറ്റവനെ അങ്ങോട്ടെന്നുള്ള ആ ഡയലോഗ്. അപ്പം ഞാൻ പറഞ്ഞ അവർ ഭാഷയെ പുതിയ കുട്ടികൾ വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് കാണുന്നത്. വളരെ ഭാഷ അല്ലാണ്ട് അവർക്ക് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ അർത്ഥത്തിലല്ല, വിരോധത്തിലല്ല അവർ സംസാരിക്കുന്നത്. ഭാഷയെ തിരിച്ചു പിടിക്കാനാണ് പുതിയ കുട്ടികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് ആശയം വ്യക്തമാക്കുക. ആര് ആരോട് എപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇത് ഈ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലായിരിക്കും കേട്ടോ ഈ പരിപാടി. മൊത്തത്തിൽ ആശയം വിശദമാക്കുക എന്നുള്ള ചോദ്യമാണ് അടുത്ത് വരാൻ പോകുന്നത്, അല്ലേ? ആരോടൊപ്പം പറഞ്ഞു, സന്ദർഭവും ഇതും വിവരിക്കുക. എല്ലാവരും എഴുതണ്ട അല്ലേ? സന്ദർഭവും പുതിയ പുസ്തകത്തിൽ ആണ്. പുതിയ മലയാളം ബുക്സ് ചവറാണ്, വെറും ചവറ്. എൻ്റെ പൊന്നു പ്രോസി, എന്നെ വിഷം തന്നൊന്ന് കൊന്നോ, പക്ഷെ ഇതൊന്നും വായിക്കാൻ എന്നോട് പറയരുതേ. സന്ദർഭവും ആശയവും. ഇത് സന്ദർഭം പ്രോത്താസിസിൻ്റെ ഇതിഹാസം പുതിയ പുസ്തകമാണ്, എല്ലാവരും ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കേണ്ടി വന്ന ഒരു കേരള കോൺഗ്രസ്സുകാരൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ LDFിലേക്ക് പോകുന്നവരെ അവർക്ക് ആ പ്രതിസന്ധി ഇല്ലായിരുന്നു. LDFിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ബുദ്ധിജീവികളുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടേണ്ടി വരുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചായക്കടയിൽ ഖസാക്കിൻ്റെ ഇതിഹാസം ചർച്ച ചെയ്യുമ്പോൾ ഈ പുള്ളിക്ക് അവിടെ പോകേണ്ടി വന്നപ്പോൾ പുള്ളി ഖസാക്ക് എന്ന് പറയുന്നതിന് അവിടെ എന്തൊക്കെയോ നടന്നു. പുള്ളിക്ക് ഞാനൊക്കെ പറയും ഈ ഭാഷാവരം എന്ന് പറയും, നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ ധ്യാനത്തിന് മുതൽ ഈ പുള്ളിക്ക് ഇത് ഭാഷാവരമായിട്ടാണ് തോന്നിയത്. അസ്തിത്വ ദുഃഖം, മറ്റേത് ഇതിൻ്റെ വാക്ക് എന്ന് പറഞ്ഞിട്ട്
ഈ എന്തൊക്കെയോ പറഞ്ഞില്ല, എനിക്കത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. ആ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മറന്നു വെച്ചേക്കാണ് ഞാൻ. ഓക്കെ. അപ്പം അസ്തിത്വവാദം എന്ന് കുറേ പ്രാവശ്യം കേട്ടപ്പോൾ പുള്ളി വിചാരിച്ച അസ്ഥിക്ക് രോഗമാണ്, അതാണ് രവിയുടെ പ്രശ്നം. അപ്പം പുള്ളി പറഞ്ഞ് ഈ ഇത് 60 70 എഴുതിയ പുസ്തകമാണ്, ഇന്നത്തെ കാലത്താണ് രവിയുടെ രോഗത്തിന് ചികിത്സയുണ്ടാകും എന്ന് പറഞ്ഞ്. അപ്പം ഇതാരാണ് ഇവിടെ വന്നതെന്നറിയോ? ഇത് വന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം ബൈബിളും രവി ദൈവവുമായിട്ട് കാണുന്ന ഒരാളാണ് ചർച്ച ചെയ്യാൻ വന്നത്. അതാണ് വൈ കൃഷ്ണേന്ദു. അപ്പോൾ വൈ കൃഷ്ണേന്ദു ഇത് പറഞ്ഞാൽ പുള്ളിക്ക് നാണക്കേടായി, പ്രശ്നമായി. പുള്ളി ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കാൻ തീരുമാനിച്ചു. വായിച്ചു. പുള്ളി ബുദ്ധിജീവിയായി മാറി. കുടുംബം പിരിച്ചുവിട്ടു. അതുവരെ നല്ല കുടുംബത്തിൽ നല്ല ഇതായിട്ട് ഒരു ഫാമിലിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. കുടുംബം അങ്ങ് പിരിച്ചുവിട്ട് എന്നിട്ട് പുള്ളി ബുദ്ധിജീവികളുടെ കൂടെ പോയി താമസിച്ച് അവനവനിടം നമ്മളിടം എന്ന് പറഞ്ഞ് ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ അരാജകവാദിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഈ വൈ കൃഷ്ണേന്ദുവിനോട് ചോദിച്ചത്, കുറേ പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, ബുദ്ധപ്രതിമയും പുസ്തകവും തുളസിച്ചെടിയും കൂടെ വെച്ചിട്ട് റീലുണ്ടാക്കിയിടുക എന്നുള്ള പരിപാടിയല്ലാതെ ഇതൊന്നും വായിക്കുന്ന കാണുന്നില്ല. അപ്പോഴാണ് ചോദിച്ചത്, ഇതെന്തിനാ വായിക്കുന്നില്ലേ? അപ്പോഴാണ് വൈ കൃഷ്ണേന്ദു പറഞ്ഞ മറുപടി ആയിരിക്കും, പുതിയ മലയാള പുസ്തകങ്ങൾ മുഴുവൻ ചവറാണ്, ഞാനിതൊന്നും വായിക്കലില്ല, നോൺ ഫിക്ഷനാണ് ഇപ്പം എൻ്റെ ഐറ്റം എന്ന്. അപ്പം നോൺ ഫിക്ഷൻ വായിക്കലുണ്ടോ? എന്ത് വായിക്കാൻ? അപ്പം ഇത് എനിക്ക് കുറേ നാളുകളെ 10 വർഷമായിട്ട് ഞാൻ എഴുത്തിൽ വന്നിട്ട്, അപ്പം ഈ വായനക്കാരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് എനിക്ക് വ്യക്തമായ ചില കാര്യങ്ങളാണ് ഈ പ്രോത്താസിസിൻ്റെ ഇതിഹാസം. ഓക്കെ. വിനോയുടെ പുസ്തകങ്ങളെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ചെറിയ വായനയിൽ എനിക്ക് തോന്നിയത്, എല്ലാം പറഞ്ഞു വെച്ചിട്ട് മാറി നിന്ന് ഇയാളൊരു ചിരിക്കും. അത് തന്നെയാണ് ഈ പുസ്തകം. എനിക്ക് തോന്നുന്നത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള, ഈ പുസ്തകമേള കഴിയുമ്പോൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. കാരണം എന്നറിയോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മലയാളം പുസ്തകം ചവറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചവറിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, ഞാൻ ഇതിൽ തന്നെ മറ്റൊരു നോവലറ്റാണ് നന. അപ്പോൾ ഞാൻ ഈ നന എന്ന് ആദ്യം തന്നെ വായിച്ചപ്പോൾ, നാട്ടിൽ നനയ്ക്കുക എന്നൊക്കെയാണല്ലോ, അപ്പോൾ നല്ലവരുടെ നഗരം എന്നാണ് നനയായിട്ട് ചെറുതാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ രക്തസാക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് രക്തസാക്ഷി? നന എന്നല്ല ശരിക്കും അത് വായിക്കേണ്ടത്, നനാന്നാണ്. അപ്പം നമ്മൾ മലയാളം ഭാഷയായതുകൊണ്ട് ഒരു ക്ലാസ്സും കൂടെ എടുക്കാം. നമുക്ക് മലയാളത്തിൽ 2 അക്ഷരങ്ങളുണ്ട്, രണ്ടിനും കൂടെ പക്ഷേ ഒറ്റ ലിപിയേ ഉള്ളൂ. നായും ഉണ്ട്, നായും ഉണ്ട്. പക്ഷേ നമുക്ക് ഒറ്റ ലിപിയേ ഉള്ളൂ. രണ്ടിങ്ങനെ റായിടുന്ന ആ ഒരു ലിപിയേ നമുക്കുള്ളൂ. തമിഴിൻ്റെ രീതിയിലുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് നല്ലവരുടെ നഗരം എന്നുള്ള ചുരുക്കി നന്ന എന്ന് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ശരിക്കും അത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ചുരുളി, അതായത് കളികമിനാറിലെ കുറ്റവാളികൾ എന്നുള്ള ആ കഥയുടെ 2ാമത്തെ ഭാഗമാണ് നല്ലവരുടെ നഗരം. കളികമിനാറിലെ കുറ്റവാളി അന്വേഷിച്ച് പോകുന്നത് ഏറ്റവും തെമ്മാടികളുള്ളൊരു നാട്ടിലേക്കാണെങ്കിൽ, ഇവിടെ കുറ്റവാളികളെ അന്വേഷിച്ച് പോകുന്നൊരു നല്ലവർ മാത്രം ജീവിക്കുന്ന ഒരു ഭരണാധികാരി കുറേ നല്ലവരെ മാത്രം പിക്ക് ചെയ്ത് ഒരു നഗരം ഉണ്ടാക്കുന്നു, നല്ലവരുടെ നഗരം, നന എന്ന പേരിൽ. ആ നഗരത്തിലേക്ക് ഇവർ പോവുകയാണ്. ഒരു കുറ്റവാളി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കുറ്റവാളി ആരെന്നറിയാനുള്ള പോക്കാണ്. അതിൻ്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കുറ്റവാളി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 3 മതങ്ങൾ അവിടെ ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം സ്വാതന്ത്ര്യം ചോദിക്കുന്നത്. ഇതില് ഈ 3 മതങ്ങൾ, പക്ഷെ ആ മതത്തിന്റെ പേര് പറയുന്നില്ല. എനിക്ക് പറയാനുള്ള പച്ച നിറമുള്ള പള്ളിയിലേക്ക് പോയി എന്നേ പറയുന്നുള്ളൂ. പച്ച നിറമുള്ള പള്ളി, കുങ്കുമ നിറമുള്ള ഒരു ആരാധനാലയം, വെള്ള നിറമുള്ള ആരാധനാലയം, 3 നിറങ്ങളുള്ള ആരാധനാലയങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഇന്നുള്ളൂ. അതല്ല അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനാണെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം. അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത് അതിലാണ്, എന്താണ് ഈ രക്തസാക്ഷിത്വമാണ് അവിടെ നടക്കുന്ന കുറ്റകൃത്യം, എന്തിനു വേണ്ടി രക്തസാക്ഷിയാകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഈ നമ്മളെ ഞാൻ കുർബാന കാണാൻ പോകുമ്പോഴേ, അതിപ്പം പള്ളിയിൽ കുർബാന കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛനിങ്ങനെ ഇതാ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓസ്തി മുക്കിയിട്ട് നമ്മുടെ വായിൽ തരും. ദൈവമേ, ശരീരം, രക്തം,
ഇതെങ്ങനെ എന്നുള്ള. അപ്പം ഈ രക്തത്തിൽ പങ്കാളിയാകൂ. ഞാൻ പറയുന്നത് ലോകത്തെ ഞാൻ സിനിമകളിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രണയകഥ എന്ന് പറയുന്നത് ഡ്രാക്കുളയാണ്. ഡ്രാക്കുള ഒരു 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 ഹൊറർ സ്റ്റോറി ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഡ്രാക്കുള മനോഹരമായ, പ്രത്യേകിച്ചും ഫ്രാൻസിസ് ഫോർഡ് കപ്പളയുടെ ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമ നമുക്ക് കണ്ടാൽ വെച്ചാൽ രക്തം രക്തത്തോട് ചേരുന്ന പ്രണയകഥ, അതാണ് ആ ഡ്രാക്കുള. അപ്പം ഇതുപോലെ തന്നെ എന്തിനു വേണ്ടി രക്തസാക്ഷിയാകുന്നു? അവനവൻ്റെ ശരീരത്തോട് ഒരുത്തൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ് രക്തസാക്ഷിത്വം എന്നാണ് ഞാൻ ഈ നന എന്ന് പറയുന്ന കഥയിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം. കാരണം ഇതിന് ഇപ്പം യാഗങ്ങളുടെ ഒരു കാലം തിരിച്ചു വരണം എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. യാഗങ്ങളൊക്കെ അല്ലേ, യാഗത്തെ നമ്മൾ വിശുദ്ധവൽക്കരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാകൃത സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, അതെന്നറിയോ, ഞാൻ ഈ അശ്വമേധ യാഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അശ്വമേധം എന്ന് പറഞ്ഞൊരു പാഠം നമുക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ഈ വിക്കിപീഡിയ എടുത്തിട്ട് അശ്വമേധം എന്താണെന്നൊന്ന് അറിയണമല്ലോ, ഈ യാഗം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് വായിച്ചു വരുമ്പോഴാണ് ഇത്രയും പ്രാകൃതമായ അശ്വമേധയാഗം നടത്തിയപ്പോൾ യജമാന പത്നി, ഇപ്പം നമ്മൾ കുറച്ച് സംസ്കൃതത്തിൽ പറയാം, അതാകുമ്പോൾ മാസ്ലിയിലല്ലെന്ന് എല്ലാവരും വിചാരിച്ചോളും. യജമാന പത്നി, അതായത് അശ്വത്തിൻ്റെ ജഡവുമായി രതിയിലേർപ്പെടേണ്ടി വരുന്നുണ്ട്. എന്തേലേ യാഗം പൂർത്തിയാവുള്ളൂ. അതിനും ശേഷം ഈ അശ്വത്തെ വെട്ടിക്കീറി അതിനുള്ളിൽ നിന്നുമുള്ള വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് യജമാനൻ്റെ മേത്തിടും. എന്ത് പരിപാടിയാണത്? അല്ല, ഇതാണ് യഥാർത്ഥത്തിൽ അശ്വമേധയാകുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്തോ ചോദ്യം ചോദിച്ച് മറ്റേ പ്രദീപ് എൻ്റെ അശ്വമേധ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഇതല്ല പരിപാടി. അത്രയും പ്രാകൃതമായ ഇത്. പക്ഷെ ഒരു മതത്തിലാണോ? അല്ല. ഞാൻ കുത്റാത്തീബ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കുത്റാത്തീബ് പറഞ്ഞിട്ടുണ്ട്. എന്നും നടക്കുന്ന ദിവ്യബലി എന്ന് പറയുന്ന സാധനം തന്നെ ക്രിസ്തുവിനെ വെട്ടിമുറിച്ചിട്ട് ശരീരവും രക്തമാക്കിയിട്ട് എടുത്ത് കഴിക്കുന്നു. എന്താണ് അപ്പോൾ അച്ഛനിങ്ങനെ ഹോസ്റ്റ് ഇങ്ങനെ ഓടിക്കുമ്പോൾ നമ്മളവിടെ നടക്കുന്നത് ക്രിസ്തുവിനെ വെട്ടിമുറിക്കുകയാണ്. ഈ പരിപാടി. അപ്പം ഞാൻ ഇതൊക്കെയാണോ നന്മ എന്ന് പറഞ്ഞ് നിങ്ങൾ വെക്കുന്നത്? ഇതൊക്കെയാണോ നല്ലവർ? എൻ്റെ ചോദ്യം അതാണ്. ഇത് അനുഷ്ഠിക്കുന്നവരാണോ നല്ലവർ? ഇത് പറയാനാണ്. കാരണം കളികമിനാറിലെ കുറ്റവാളികൾ എഴുതിയപ്പോൾ കുറേ വിമർശനം കേട്ട ആളാണ്. തെമ്മാടികൾ. ആ തെമ്മാടികൾ ലോകത്തിന് ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഈ നല്ലവരാണ് പ്രശ്നക്കാർ. ഈ നല്ലവരാണ് ലോകത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നവർ. അത് പാർട്ടിക്ക് വേണ്ടിയാണേലും. ഞാൻ ചോദിക്കട്ടെ, രക്തസാക്ഷിയാകാൻ എൻ്റെ നാട്ടിലൊക്കെ ചെറുപ്പക്കാർ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്കറിയാം. അവന് വെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ്. ഞാൻ പറഞ്ഞ പിള്ളേർക്ക് അങ്ങ് വെട്ടിയില്ലെങ്കിലേ അങ്ങനെ തുറക്കണം. ഞാൻ ഒരു ചെറിയ അനുഭവം മാത്രം പറഞ്ഞിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു പെണ്ണിനെ പ്രേമമായി. അത് ക്രിസ്ത്യനാണ്, ഇവൻ ഹിന്ദുവാണ്. അപ്പം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പം അവർ പറഞ്ഞു കുറച്ച് പാർട്ടിക്കാരെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏത് പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിക്കാരെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു. അവർ ഒരു ജീപ്പിന് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. ഞാൻ ഈ ജീപ്പിൻ്റെ ബേക്കിൽ കയറി ഇരുന്നപ്പോഴത്തേനും പെട്ടെന്ന് ഇതിൻ്റെ മാറ്റിൻ്റെ അടിയിൽ നിന്ന് കിടുകിടുക്കിടക്കില്ലെന്നൊരു ചെറിയൊരു ഒച്ച കേൾക്കുന്നത്. ഞാനത് മെല്ലെ ഒന്ന് പൊക്കി നോക്കാം. 5 വടിവാൾ എന്നെ നിരത്തിയിട്ടേക്കാണ് അതിൻ്റെ അടിയിൽ. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇത്? എടാ, നമ്മളൊരു പെണ്ണ് അവിടെ നിന്ന് കൂട്ടാൻ പോകുന്നു. അല്ല, ഒരു സുരക്ഷയ്ക്ക് ഇരുന്നോട്ടെ. 2 സ്റ്റീലും എടുത്തിട്ടുണ്ടെന്ന് വന്ന്, മറ്റേ സ്റ്റീൽ ബോംബില്ലേ, അത് 2 എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്തിന് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോകുന്നു? പിന്നെ എനിക്ക് അങ്ങോട്ട് കിളികളാ പറയാൻ തുടങ്ങിയത്. ഈ പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ ഇതാവില്ലേ, എന്തിനു പോകുന്നു? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സീനാണ് അതിലും കോമഡി. എന്നാന്ന് ചോദിച്ചാൽ, ഇവളെ അമ്മ 2 പെട്ടിയായിട്ട് ഇവളെ കൊണ്ട് വിട്ടേക്കുക റോഡ് സൈഡിൽ. ഒരു പ്രശ്നമില്ല അവരുടെ വീട്ടിൽ. ഇവളൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി നമ്മുടെ മിഥുനത്തിൽ ഉർവശിനെ കൊണ്ടിരുന്ന പോലത്തെ സീനാണ് അവിടെ ഒരു പ്രശ്നമില്ല. അതെങ്ങനെയും കൊണ്ടുപോക്കോട്ടെ എന്ന്. അതിനാണ് നമ്മൾ 5 വടിവാൾ, 2 സ്റ്റീല്, ജീപ്പ്, പരിപാടിയൊക്കെ ആയിട്ട് അപ്പം ഇതിനു വേണ്ടി ഇതാണ് രക്തസാക്ഷികൾ. ഇവനും മരിച്ച രക്തസാക്ഷിയല്ലേ? നാളെ ഞാൻ ഈ പോകുന്ന പോക്കിലും ഈ സ്റ്റീൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി മരിച്ച ഞാൻ രക്തസാക്ഷിയല്ലേ? ഈ രക്തസാക്ഷിത്വമാണോ ചുരുളിയിലെ തെറിയാണോ നല്ലതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ചുരുളിയിലെ തെറി സ്വീകരിക്കും. നിങ്ങളേത് എന്നുള്ളതാണ് എൻ്റേത്. കഴിഞ്ഞ സെഷനിൽ അക്ബർ കക്കടലിനെ കുറിച്ച് പറയണ്ടായി, ലിജീഷ് പറയണ്ടായിരുന്നു, ഒരു ആരാധികയോട് വരണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ വിനോയ് തോമസിനെ നമുക്ക് കണ്ടും കേട്ടും പറ്റുള്ളൂ. കാരണം പുസ്തകം മാത്രം വായിച്ചാൽ പോരാ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേശമെഴുത്തിനെ കുറിച്ചൊക്കെ, ഇപ്പോൾ
വിനോയ്ക്ക് കുറേ വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. കുടിയേറ്റ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനോടൊക്കെ കടുത്ത വിയോജിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കോളമിട്ട് തിരിക്കേണ്ട ഒരാളല്ല ഇദ്ദേഹം എന്നുള്ളതുകൊണ്ട് ഈ ദേശം എഴുത്തിൽ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സക്കറിയയുടെ ആണെങ്കിലും ഒട്ടനവധി എഴുത്തുകാർ ദേശത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. എന്നാൽ 10 വർഷം മാത്രമായിട്ടുള്ളൂ വിനോയ് പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട്, അല്ലേ? എഴുത്ത് ജീവിതത്തിലേക്ക് വന്നൊരു 10 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നത് എഴുത്ത്, യാത്ര, അനുഭവം, ഈ സീരീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം, വളരെ കുറച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോൾ കണ്ണൂർ വിട്ട് ഇവിടെ ഈ ഷാർജ അക്ഷരപൂര നഗരിയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ദേശം എങ്ങനെയാണ്, ഈ ദേശത്തിൻ്റെ എഴുത്തുകാരൊന്നും കൂടി ചാർത്തി കൊടുക്കുന്നതുകൊണ്ടാണ് ദേശം എങ്ങനെയാണ്? എനിക്കത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു ദേശം എടുത്ത ദേശം, പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളെ ഒതുക്കാനുള്ള പരിപാടിയാണിത്. ഇവൻ കുടിയേറ്റത്തിൻ്റെ കഥാകാരൻ, ഇവൻ മറ്റേ ഒന്നുമല്ല. ഞാൻ കുടിയേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു 2014 വരെയൊക്കെ ഞാൻ അങ്ങനെ ഒരു പുറത്തൊന്നും പോയിട്ടില്ല. ഞാൻ ആകെ പോകുന്നത് കൊടക്, ഈ കൊടകിൽ ഇഞ്ചി കൃഷി, മറ്റേ കുരുമുളക് പറിക്കൽ, മറ്റേ പരിപാടിയെല്ലാം നിങ്ങൾക്കറിയായിരിക്കും. എൻ്റെ വീട് ഇരിട്ടിയാണ്. ഇരിട്ടിയിൽ നമ്മളങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിവൃത്തികേട് വന്നാൽ നമ്മൾ അന്നേരം വിടുക, കൊടകിന് വിടും. കടക്കാരൻ കുത്തിന് പിടിക്കല, ചായ കുടിച്ച് ചായയും പൊറോട്ടയും പോയി തിന്ന് കടവായി കഴിയുമ്പോഴത്തേന് ഇയാൾ പറയുമ്പോഴത്തേന് ഇത് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നേരെ കുരുമുളക് പറിക്കാൻ വിടുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ കൊടക് പരിപാടിയൊക്കെ അങ്ങനെ പോയി, ഇഞ്ചി കൃഷി, ഇങ്ങനത്തെ ഉള്ളൊരു യാത്ര. പിന്നെ പത്രത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോവുക. അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ജോലിയൊക്കെ ആയി പിന്നെ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് 2014 ഈ കരിക്കോട്ടക്കരി എഴുതുന്നു. അതിലൂടെയാണ് എഴുത്ത് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ കുറച്ച് സ്ഥലം. അപ്പോൾ ഞാൻ ശരിക്കും ഈ സിനിമ ഷൂട്ടിങ് പോലെയാണ്. നമ്മളൊരു ലൊക്കേഷൻ കണ്ടെത്തി നമുക്ക് പറയാനുള്ള സബ്ജക്റ്റിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അത്രേ എനിക്ക് ഈ സ്ഥലം, ദേശം എന്നുള്ള. അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരേ ദേശം ആവർത്തിക്കും. കരിക്കോട്ടക്കരിയിലും പുറ്റിലും ചിലപ്പോൾ ഒരേ ദേശം ആവർത്തിക്കാം. പക്ഷെ പറയുന്ന മാറ്റർ അത് ഷൂട്ട് ചെയ്ത് അവിടെയാന്നേ ഉള്ളൂ. പറയുന്ന സബ്ജക്റ്റ് എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാ കഥയിലും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഒന്ന് റിപ്പീറ്റായി വരാതിരിക്കാൻ, ഒരു പറഞ്ഞ സബ്ജക്റ്റ് വീണ്ടും പറയാതിരിക്കാൻ. ആകെ ഈ പ്രോത്താസിൻ്റെ ഇതിഹാസത്തിൽ ഇയാളൊരു കുടുംബ മധ്യസ്ഥൻ എന്നുള്ള ഒരു സാധനമുണ്ട്. അത് പുറ്റിലും ജെറമിയാസ് പോൾ എന്നുള്ള ആ ഒരു സാധനമുണ്ട്. അത് പക്ഷേ ഇതിന് അത്യാവശ്യമായതുകൊണ്ടാണ്, ഈ ഫാമിലി കൺസെപ്റ്റ് എന്ന് പറയുന്ന അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അത് വെച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു ദേശത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഈ ഗൾഫ് കണ്ടപ്പം ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഒരു അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു നോവൽ ഞാൻ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കുറച്ച് നാൾ മുന്നേ പ്ലാൻ ചെയ്ത് വരികയാണ്. അപ്പം അറേബ്യൻ എനിക്ക് ഇതിൻ്റെ ഒരു വന്യമായ ഒരു അറേബ്യൻ സ്ഥാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ ഒന്ന് പോകേണ്ടി വരും. അപ്പം ഞാൻ എല്ലാ സുഹൃത്തുക്കളെ സഹായിക്കണം. നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഞാൻ ആ ആവശ്യത്തിന് വന്നാലും സഹായിക്കുമെന്ന് കരുതുന്നു. കാരണം ഈ ഗോത്ര ജീവിതം, ബദു ഗോത്ര ജീവിതം, ആ ഒരു സാധനം എനിക്ക് ലോറൻസ് ഓഫ് അറേബ്യ ഒക്കെ കണ്ട സമയത്തുണ്ടായ ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് എന്താണ് ഗോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാണുന്ന ദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പുതിയ ദേശം കാണുമ്പോഴാണ്. അല്ലാണ്ട് ഞാൻ അവിടെ ഇരുട്ടി മാത്രം കടന്നിരുമ്പോൾ ഞാൻ കുടിയേറ്റം എനിക്ക് എഴുതാറുണ്ട്, ഞാൻ വേറെ സ്ഥലം പോയിട്ടില്ല. അങ്ങനെ വല്ലവരും ഒക്കെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു കൊണ്ടുപോവുകയൊക്കെ ആണെങ്കിൽ, നമുക്ക് പോകാനുള്ള പൈസയൊന്നും ഇല്ല ഇപ്പോൾ, അങ്ങനെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ദേശം വിപുലമാകും. പിന്നെ ഇപ്പം വലിയ പണിയൊന്നും ഇല്ല, യൂട്യൂബൊക്കെ നോക്കി ഒരുമാതിരി അടിക്കാം. മുതൽ മുഴുവൻ ഞാൻ അങ്ങനെ നോക്കി വിക്കിപീഡിയയും യൂട്യൂബ് നോക്കി അടിച്ചതാണ്. ഞാനല്ലാണ്ട് നാഗാലാൻഡിലൊന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പം നാഗാലാൻഡിൽ പോകാണ്ട് ഞാൻ നാഗാലാൻഡിലെ ജലൂക്കിയും അവിടെ എല്ലാ സംഭവവും ഞാൻ എഴുതി ഉണ്ടാക്കി. അതൊക്കെ ഓക്കെയാണ് ഇപ്പം. മലയാളിയുടെ ഈ പൊതു തട്ടിപ്പിനെ ഇത്രയും പച്ചയായിട്ട് പറയുക എന്ന് പറയുന്നത് അത്രയും നമുക്ക് തന്നെ അറിയാം. പക്ഷെ അതിൽ എനിക്ക് ഇഷ്ടം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പറഞ്ഞു പോകരുതാരും മറ്റൊന്നിൻ പകർപ്പാണിതെന്ന് ഇടശ്ശേരി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആവർത്തിക്കപ്പെടരുതെന്ന് വിനോയ് ശാഠ്യം പിടിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറേബ്യൻ പ്രതലത്തിൽ എഴുതാൻ പോകുന്ന ആ പുതിയ കൃതി എന്തായാലും വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ട് സാഹിത്യത്തിൽ മാറിയിട്ട് വീണ്ടും മാഷന്മാരാവുകയാണേ. ഈ പുതിയ ഈ ഒരു പാഠ്യകാലത്ത് കുട്ടികളോട് സാഹിത്യം പറയട്ടെ, കുട്ടികൃഷ്ണമാരാരുടെ ഒരു അധ്യായം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു സാഹിത്യകാരനും ഒരു മാഷും എന്തായിരിക്കും ക്ലാസ് മുറിയിൽ? ഞാനൊരു 3-4 പോയിന്റ് പറഞ്ഞിട്ട് ആ പാഠം അവസാനിപ്പിക്കും. കാരണം ഇപ്പം നമ്മൾ പഠിപ്പിക്കാനുള്ളൊരു പാഠം ഏതാണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ പരിണാമം, കുട്ടികൃഷ്ണമാരാരുടെ.
ഞാൻ ആകെ 4 പോയിൻ്റ് ആ കുട്ടികളോട് ചോദിക്കുക, യുദ്ധം തുടങ്ങിയപ്പോൾ ഉള്ള നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പം കാലാളോട് മാത്രമേ പാടുള്ളൂ, കുതിരക്കാരനോടേ പാടുള്ളൂ, ആനപ്പുറത്തിരിക്കുന്നവരോട്, പിന്തിരിഞ്ഞുവരുന്നവരെ വെട്ടരുത് എന്ന് പറഞ്ഞാൽ ധർമ്മയുദ്ധമാണ്. ആ യുദ്ധം തീർന്നത് എങ്ങനെയാണ്? ഈ 2 ചോദ്യം ഞാൻ പിള്ളേരോട് ചോദിക്കും. അപ്പം തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് ഏറ്റവും നിസ്സഹായനായ ഒരു മനുഷ്യൻ ഗർഭസ്ഥ ശിശുവാണ്. ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ഗർഭസ്ഥ ശിശുവിന് നേരെ ഈ ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധം ബ്രഹ്മാസ്ത്രം. അതിനെ പരം അന്നത്തെ കാലത്ത് ഒരു ആയുധം ഇല്ലല്ലോ. ഏറ്റവും നിസ്സഹായന. അപ്പം തമ്മാമിൽ ഒരേ രീതിയിലുള്ളവർ മാത്രമേ യുദ്ധത്തിൽ ഏറ്റുമുട്ടാവൂ എന്ന നിബന്ധനയിൽ തുടങ്ങി, ധർമ്മയുദ്ധമായി തുടങ്ങി, അത് അവസാനിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നിസ്സഹായനായ ഒരു വ്യക്തിയുടെ നേർക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിക്കുന്ന ആ പോയിന്റിലാണ് യുദ്ധം നിൽക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്താണ്? ആദ്യം ഞാൻ ചോദിക്കും, ഇതിൻ്റെ പരിണാമം, മാറ്റം. അപ്പോൾ ഈ മാറ്റം എന്താണ്? ഇതാണ് മാറ്റം എന്ന് കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇത്രയേ ഞാൻ ആ പാഠം പഠിപ്പിക്കാറുള്ളൂ. ഈ സ്വാതന്ത്ര്യം കേരള സിലബസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം ഞാൻ ആ പാഠം പഠിപ്പിക്കാറുള്ളൂ. അതിനുശേഷം അവരോട് ചോദിക്കും, എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയാണോ? മനുഷ്യൻ്റെ തമ്മാമിൽ കൂട്ടുകാർ തമ്മിൽ നടക്കുന്ന യുദ്ധം, വീട്ടിലുള്ളവർ ആയിട്ട് അച്ഛനും അമ്മയും തമ്മിൽ നടക്കുന്ന യുദ്ധം, ഈ യുദ്ധങ്ങളെല്ലാം ഇങ്ങനെയല്ലേ? ഇങ്ങനെ ഞാൻ കുട്ടിക്കൃഷ്ണന്മാരെ പഠിപ്പിക്കും. അല്ലാതെ അതിലെ വാക്കുകളുടെ അർത്ഥം ഞാൻ അധികം അങ്ങനെ പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിക്ക് ഈ സ്ഥിരം പാറ്റേണിൽ വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം നമ്മൾ നേരത്തെ ആരോട് പറഞ്ഞു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അവൻ എഴുതില്ല. പക്ഷെ ആ കണ്ടൻറ് എന്താണ് എന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു സന്ദർഭം എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ എഴുതും. അത് എഴുതും. അതല്ലാതെ ചിലപ്പോൾ ആരോട് ചോദിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യം എഴുതാം. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇടുന്നവരെ ആശ്രയിച്ച് മാർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു രീതിയാണ് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പൊതു നിലപാട് എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഉള്ള പുസ്തകങ്ങൾ, പാഠപുസ്തകം ഏറ്റവും കാലഹരണപ്പെട്ട, ഒരു തരത്തിലും അവരെ അഡ്രസ്സ് ചെയ്യാത്ത, നമ്മളൊക്കെ മലയാളം മാഷന്മാർ കോമഡിയാണ് ക്ലാസ്സിലിപ്പം. ചുമ്മാ പോയിരുന്നിട്ട് ഇത് പറയുമ്പോൾ അവർ നമ്മളെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ഏത് കാലത്തു നിന്നാണ് നീയൊക്കെ വരുന്നതെന്ന്. ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഭാഗവത സപ്താഹമാണോ സാറേ എന്ന് ഞാൻ ആലോചിച്ച്, അവർക്ക് ഞാൻ കേരളത്തിലെ പല ജില്ലകളിലും പല സ്കൂളിലും പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇടുക്കി ജില്ലയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വയനാട് ഏറ്റവും പിന്നോക്കമായ ഏരിയയിൽ, കണ്ണൂർ ജില്ലയിൽ ഞാൻ ഏറ്റവും പഠിപ്പിച്ച ഒരു സ്കൂള് ആർളം ഫാം സ്കൂളാണ്. ആർളം ഫാം എന്ന് പറഞ്ഞാൽ ട്രൈബൽ സ്കൂളാണ്. അതിൽ തന്നെ ഏറ്റവും പണിയ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമുള്ള സ്കൂളാണ്. അവരോടാണ് ഞാൻ ചക്ഷുശ്രവണകളസ്തമാന്തർദുരം. ഞാൻ പിന്നെ പല ട്രിക്കും ഞാൻ എടുത്തു. എന്നാണേലും പിന്നെ നമ്മുടെ ഒരു ഇതിൽ A+ മേടിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ആർളം ഫാമിലെ ഒരു അധ്യാപന നിലയിൽ ഞാൻ പറയട്ടെ, മീർ മുഹമ്മദ് കളക്ടറായിരിക്കുന്ന സമയത്ത് ഞാൻ ആർളം ഫാമിലെ 29 കുട്ടികൾക്കും മലയാളത്തിന് A+ മേടിച്ച് കൊടുത്ത് ഞാൻ ഒരു അധ്യാപനം കൂടിയാണ്. എന്നിട്ട് കളക്ടർ എന്നെ കൈ പിടിച്ച് വെറും മാഷല്ലടാന്ന് എന്നോട് പറഞ്ഞ്. അപ്പം പക്ഷെ അത് വേറെ ട്രിക്കായിരുന്നു. ഓക്കെ, അതെ. തിരിച്ച് വീണ്ടും ബിനോയ് തോമസ് എന്ന എഴുത്തുകാരിലേക്ക് വരാം. ഞാൻ അങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ അത്തരം കാരണം ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ അധ്യാപകർക്കുള്ളൊരു പ്രത്യേകത, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ, ദൃശ്യ അടക്കമുള്ള ആളുകളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കാം. ഉണ്ടാവും. അത് നല്ല എക്സ്പീരിയൻസ് ആട്ടാ. അപ്പോൾ പല ഭാഷയിലുള്ള കാര്യങ്ങൾ, പല കുട്ടികൾ പറയുന്ന പല വാക്കുകളും നമുക്ക് എന്നാന്നറിയോ, മലയാളം എന്നൊരു ഭാഷ ഇല്ലാന്ന് നമുക്ക് വളരെ വ്യക്തമാവും. അപ്പോൾ ഈ കാസർഗോഡ് തൊട്ട് കണ്ണൂർ വരെയുള്ള ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ മലയാള ഭാഷയെ സംരക്ഷിക്കുന്നത് ഈ കടകളുടെ ബോർഡുകളാണ്. നമ്മളൊക്കെ പണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ സൗവർണ്യ ഹോട്ടൽ, മറ്റേ ഹോട്ടൽ, ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡായിരുന്നു. ഇപ്പം അതല്ലെന്നേ. ഇച്ചായൻ്റെ കട ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാടിൻ്റെ ടൈറ്റിൽ കടകളുടെ ബോർഡിൽ കാണാം. ഇതാണ് കുട്ടികളോട് ഞാൻ മലയാളമായിട്ട് പഠിപ്പിക്കുന്നത്. ജീവിക്കുന്ന മലയാളം ഇതാണ്. ഓക്കെ, പറഞ്ഞോ. അപ്പം
തൊട്ട് കാസർഗോഡ് വരെയുള്ള ഞാൻ അതിനിടയ്ക്ക് കയറി പണിഞ്ഞ കേട്ടോ. കാസർഗോഡ് അല്ല അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള ഒരു ഇതിൽ നിന്നിട്ടാണ് ഇവിടുത്തെ CBSE സ്കൂളുകളിൽ നമ്മൾ മലയാളം പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സാഹിത്യകൃതികൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ സാഹിത്യം എഴുതുന്ന ഒരാൾ സാഹിത്യകൃതികൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ കുട്ടികൃഷ്ണമാരുടെ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സക്കറിയയുടെ ഒരു ലേഖനം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അവിടെ എഴുത്തുകാരൻ മാറി നിൽക്കുമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പാഠപുസ്തക സമിതി സ്റ്റേറ്റ് സിലബസിന്റെ പാഠപുസ്തകം ഉണ്ടാക്കിയ ആളിൽ ഒരാളും കൂടെ ആയിരുന്നു ഞാൻ. അതായത് കഴിഞ്ഞ് ഇതുവരെ നിലവിലുണ്ടായിരുന്ന 10 വർഷമായിട്ട് നിലവിലുള്ള 10ാം ക്ലാസ്സിൻ്റെയും 8ാം ക്ലാസ്സിൻ്റെയും പാഠപുസ്തക നിർമ്മാണത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പൂർണ്ണമായും നമ്മുടെ ഇഷ്ടത്തിനൊന്നും പാഠങ്ങൾ വരുത്താനൊന്നും പറ്റില്ല, നമുക്കറിയാം പരിമിതികളുണ്ട്, ബാലൻസിങ് ഉണ്ട്, പരിപാടികളെല്ലാം. പക്ഷേ നമ്മൾ എഴുത്തുകാരൻ എന്നുള്ളത് ഞാൻ എഴുതുമ്പോൾ മാത്രം എടുക്കുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ ചെന്നിട്ട് ഞാൻ എഴുത്തുകാരനാണ്, ഞാൻ ഷാർജയിൽ വരെ ഒന്ന് പോവുകയാണ്, ഞാനൊരു ഫെസ്റ്റിവലിൽ എന്ന് പറഞ്ഞിട്ട് പോടാവില്ലേ എന്ന് പറയാം. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ എഴുത്തുകാരനാണോ അല്ലയോ എന്നുള്ളത് അവിടുത്തെ പ്രശ്നമല്ല, ഞാൻ സമയത്ത് ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം സീനിയറായിട്ട് ടീച്ചർ ഞാൻ ലേശം ഒന്ന് വർത്താനം പറഞ്ഞ് അവിടെ നിന്ന് പോയാൽ, സാറേ ക്ലാസ്സിൽ പോകേ, അപ്പം ഞാൻ എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നമ്മൾ എടുക്കേണ്ട പണി അധ്യാപനാണ്, പഠിപ്പിക്കലാണ്. എൻ്റെ ഭാര്യയോട് ഞാൻ എഴുത്തുകാരനാണെന്ന് പറഞ്ഞാൽ പോടാവില്ലേ എന്ന് അവിടെ പറയൂലേ, കാരണം ഞാനവിടെ ഭർത്താവാകാൻ വേണ്ടിയാണ്. ഇപ്പം ഇവള് എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെയും കൂട്ടി വന്നത്. നമുക്കറിയാം, നമ്മൾ ഭർത്താവായിരിക്കുമ്പോൾ ഭർത്താവായിരിക്കുക, മാഷായിരിക്കുമ്പോൾ മാഷായിരിക്കുക, എഴുത്തുകാരനായിരിക്കുമ്പം എഴുത്തുകാരനായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ. എഴുത്തുകാരനൊന്നും ഇല്ല, അതെപ്പോഴേ ഉള്ളതെന്നറിയോ, നമ്മൾ ആ എഴുതാനിരിക്കുന്നൊരു മൊമെൻ്റ് ഇല്ലേ, ആ സംഘർഷം ഇല്ലേ, അവിടെ മാത്രമേ ഞാൻ എഴുത്തുകാരെന്നുള്ള ഒരു സാധനം ഞാൻ പിടിക്കാറുള്ളൂ. എഴുത്തുകാരെന്ന് അവിടെയും പിടിക്കാറില്ല, അത് നന്നാക്കാനുള്ളൊരു പണിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഈ വിനോയുടെ കഥകൾ, അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ, ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് പലപ്പോഴും, കഴിഞ്ഞ ദിവസം ഞാൻ അംബികാസുധൻ മാങ്ങാട് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളിക്ക് മലയാളത്തിലെ വളരെ പ്രശസ്തനായ സന്തോഷ് ഏച്ചിക്കാനം ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു പേരിടുന്നതിന്. അതായത് എല്ലാ ദിവസവും മലയാള മനോരമയുടെയോ മാതൃഭൂമിയുടെയോ ചരമകോളം വായിക്കുക. അതായത് എല്ലാ ജില്ലകളിലെയും വ്യത്യസ്തമായ ആളുകളുടെ പേരുകൾ കിട്ടും. അങ്ങനെ അപ്പോൾ അംബികാസുധൻ സാറ് പറയുകയും ചെയ്തു, അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്, പത്രം എടുത്ത് നോക്കാറുണ്ട്. അതായത് ഈ എച്ചിക്കാനെ മണ്ടത്തര കാണിച്ചത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല എൻ്റെ ട്രിക്കുകൾ. അല്ല, അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞപ്പോ അത് ഞാൻ ഇവിടെ പറഞ്ഞു, എല്ലാരും മനസ്സിലാക്കി. ഇവിടെ വന്നിരിക്കുന്നവർ എല്ലാരും എഴുത്തുകാരാ, അല്ലെ? കുറെ പേര് എഴുതാൻ ആഗ്രഹിക്കുന്നവരാ, അവർക്കെല്ലാം ട്രിക്ക് കിട്ടിയില്ല. എന്റെ ചോദ്യം വിനോയുടെ പേരുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. രാമച്ചി പോലുള്ള കഥാസമാരം തുടങ്ങി എൻ്റെ ട്രിക്ക് പറയില്ല. എനിക്ക് ആദ്യം ഒരു ബലഹീനത ഉണ്ടായിരുന്നത് സ്ഥലപ്പേരുകൾ ഇടുക എന്നുള്ളതായിരുന്നു. രാമച്ചി സ്ഥലപ്പേരാണ്, കരിക്കോട്ടക്കരി സ്ഥലപ്പേരാണ്, ഇടവേലിക്കാർ സ്ഥലപ്പേരാണ്, മൂർക്കൻ പറമ്പ് സ്ഥലപ്പേരാണ്, ഇങ്ങനെ തുടങ്ങി ഒരു സ്ഥലപ്പേരുകൾ ഇടുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് പിന്നെ ഞാനത് മാറ്റി. ഇപ്പം ഭയങ്കര സീക്രട്ടുകളാണ്. ശ്രീ പൂമരത്തിലാശാൻ, അതായത് പൂമരത്തിലാശാൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞ, അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനി പൂമരൻ എന്നാണ്. അപ്പം ഒരു ശില്പിയാണ്, ഇങ്ങനെ മുടിയൊക്കെ നീട്ടി. അപ്പോൾ എനിക്ക് ഇയാളെ ആഗ്രഹം, ഇയാളുടെ രൂപമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ എന്നെപ്പറ്റി അവൻ നോവലുണ്ടാക്കി എഴുതി വിറ്റിട്ട് കാശ് മേടിച്ചെന്നും പറഞ്ഞിട്ട് പുള്ളി അവിടെ പരാതിയായിട്ട് നടക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, പറഞ്ഞേക്കല്ലേ, പറയട്ടെടി അവൾ പിന്നെ നാളെ പറയും നിങ്ങളുള്ള ട്രിക്കിലാണ് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ജീവിക്കണ്ടേ. അതേ ലിജീഷ് കുമാർ ഇപ്പം എനിക്ക് ഞെട്ടിപ്പോയി. അതാ ഞാൻ ചോദിച്ചത്. ഒത്തിരി ജീവിതങ്ങൾ പുള്ളിയുടെ മനസ്സിലുണ്ട് കേട്ടോ, ഭയങ്കര. അതും വേറിട്ട കാഴ്ചകൾ ധാരാളം ഉള്ളതാണ്. ഇയാളെങ്ങാനും നോവലൊക്കെ എഴുതാൻ തുടങ്ങിയാണ്ടല്ലോ പ്രശ്നമാകും. അതായത് ഈ 18ാം വയസ്സിൽ എഴുതി ചെടിച്ചു പോയതുകൊണ്ടാണ്. 18ാം വയസ്സിൽ ഒന്നും നിൽക്കരുതേ മക്കളെ. ഞാനത് കൃത്യമായിട്ട് പ്രോത്താസിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ ചെറുപ്രായത്തിലെ പ്രതിഭയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ പ്രോത്സാഹിപ്പിക്കാൻ വരും. അത്രയും ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ദ്രോഹം വേറൊന്നുമില്ല. ഒരു വായനശാലയുടെ വാർഷികത്തിന് ഈ കൊച്ച് എൻ്റെ നാട്ടിലുണ്ടായ ഖസാക്കിൻ്റെ ഈ പ്രോത്താസിൻ്റെ ഇതിഹാസം എഴുതാനുള്ള കാരണം അതാണ്. ഒരു വായനശാലയുടെ വാർഷികത്തിന് നമ്മുടെ ഒരു എൻ്റെ പ്രായത്തിലുള്ള ഒരുത്തനാണ്, അവൻ നല്ലതായിട്ട് വായിക്കുന്ന ഒരുത്തനാണ്. അവൻ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചു ആ സമയത്ത്, 10-18 വയസ്സുള്ള സമയത്ത്.
അവൻ എന്നിട്ട് അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇവൻ അവാർഡ് കൊടുത്തു, മികച്ച വായനക്കാരെന്നും പറഞ്ഞിട്ട് വായനശാലയിൽ നിന്ന് അവാർഡ് കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ അവൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ വായനക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അത് കല്യാണം കഴിക്കാത്ത കുഴപ്പമല്ല, ഞാൻ പറഞ്ഞ ഒരു പണിക്കും പോകില്ല, ആ മേലാണെങ്കിൽ ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ. ഇപ്പം ഞാൻ ഇരുട്ടിയിൽ ബസ് സ്റ്റാൻഡിൽ ഇവിടെ അവിടെ നിൽപ്പുണ്ടാവും പുള്ളിയുടെ. അപ്പം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക, സ്റ്റാർ ഹണ്ട്. ഞാൻ ചോദിച്ചു സ്റ്റാർ ഹണ്ടാന്ന്, എന്താ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാർ ഹണ്ട്? അപ്പം ഞാൻ സ്റ്റാർ ഹണ്ട് ഇവിടെയോ? അല്ല, എൻ്റെ അടുത്ത പടത്തിലെ നായിക ഇവിടെ എവിടെയോ വരുന്നുണ്ട്, അവളെ കാണാമെന്ന് വെച്ചാൽ ജസ്റ്റ് വായ്നോട്ടം, അത്രയേ ഉള്ളൂ. ആ പരിപാടിയായിട്ട് പുള്ളി ഇട്ടേക്കുന്ന പേരാണ് സ്റ്റാർ ഹണ്ട്. ഇങ്ങനെ സിനിമ ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ? അപ്പം പറഞ്ഞ് എനിക്ക് പിന്നെ എൻ്റെ സിനിമ നീ ചെയ്യോടാ മറ്റവനെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്നെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെറുപ്രായത്തിലെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മെയിൻ ഒരു പ്രശ്നം. അതുകൊണ്ട് പ്രോത്സാഹനം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ. എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് മുറിയിലെ കുട്ടികളൊക്കെ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടികളാണ്. ഇതുപോലെ നല്ലൊരു അധ്യാപകൻ വന്നാൽ അങ്ങനെയാണ്, നമ്മളത് അടങ്ങിയിരിക്കും. ഇപ്പം ഞാൻ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കൊന്നുപോലെ വിളിച്ചേനെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പേരിടണ്ട. അത് ഓക്കെ 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 ഓക്കെ. അതെന്നാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എടുക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. ജീവിക്കുന്ന ഭാഷ എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ച് പോകുമ്പോൾ യൂട്യൂബ് കണ്ടൻറ്റുകളില്ലേ, അതിൻ്റെ അടിയിലേക്ക് വരുന്ന കമൻറ്റുകളില്ലേ, ഫേസ്ബുക്ക് ഇല്ലേ, ഫേസ്ബുക്ക് അതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളില്ലേ, കമൻറ്റുകൾ മാത്രം. ഞാൻ പോസ്റ്റ് വായിക്കാറില്ല, ജസ്റ്റ് എൻ്റെ തലക്കെട്ട് വായിക്കും, താഴോട്ടുള്ള കമൻറ്റുകൾ വായിക്കും. അടിപൊളിയാണ്. ഇതാണ് ജീവിക്കുന്ന മലയാള ഭാഷ. ഉണ്ട്, അതിനകത്തുണ്ട്. അതിൻ്റെ താഴോട്ടൊക്കെ എല്ലാത്തിൻ്റെ കമൻറ്റ്. ഇതിപ്പോൾ മറ്റത് ഒരു ലേഖകൻ്റെയാണ്, മറ്റത് നമ്മൾ ചായക്കടയിലിരുന്ന് വർത്തമാനം പറയുന്നതിൻ്റെ അഭിപ്രായമാണ്. അതാണ് ജീവിക്കുന്ന ഭാഷ, കമൻറ്റുകൾ. ഈ കമൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അന്നേരം സുന കുത്തി ചത്ത സാന, പിന്നെ എന്താണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തായ മറ്റവൻ സഖാവ് എന്നിങ്ങനെയൊക്കെ എന്തെല്ലാം ഐറ്റങ്ങളാണ് വരുന്നതെന്നറിയോ. അപ്പം ഞാൻ അത് ഭയങ്കര അതിൽ ട്രിപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതാണ് ഇപ്പം. അപ്പം ഞാൻ പുതിയ ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഇവിടെ നടത്തുകയാണ്. എൻ്റെ പുതിയൊരു നോവൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നൊരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ ഈ പ്രോത്താസിസ് ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് DC-യിൽ നിന്ന് അത് പുറത്ത് വരും. അപ്പം ആ നോവലിൽ എനിക്ക് ഏറ്റവും വായിക്കാൻ സാധനങ്ങളില്ലാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ബാലസാഹിത്യമുണ്ട്. ഇപ്പോൾ ഈ കൊച്ചിനൊക്കെ വായിക്കാൻ ബാലസാഹിത്യമുണ്ട്. ഇവൾ കുറച്ച് മുതിർന്നൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തിക്കഴിഞ്ഞ് ഡിഗ്രി എത്തുന്നവരെ കൗമാരക്കാരാണ്. അവർക്ക് എന്താണ് വായിക്കാൻ? ബാലസാഹിത്യം അവർക്ക് വർക്കാവില്ല. മുതിർന്നത് വായിച്ചാൽ നമ്മളെ തെറിയും പറയും. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി, അതെൻ്റെ സ്കൂൾ ലൈഫിൽ നിന്ന് ഞാനെടുത്ത കുറേ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു ടീനേജ് നോവലാണ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതിന് ഈ കമൻറ്റുകൾ, ഇൻസ്റ്റ പരിപാടി, ഇതെല്ലാം എനിക്ക് വളരെയധികം ഞാൻ സഹായം. അതിലൂടെ ഒരു ട്രിപ്പിങ് ഞാൻ നടത്തുകയായിരുന്നു. ആകാശവിസ്മയം എന്നാണ് പേര്. ചിലപ്പോൾ താമസിയാതെ ദേശാഭിമാനിയിൽ ഗണ്ടശ വരാൻ ഉള്ള ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ദേശാഭിമാനി വാരികയിൽ വരാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പുതിയ കാലത്തിൻ്റെ ലാംഗ്വേജിനെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ വഴിക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോയാൽ പേരും കിട്ടും, ക്യാരക്ടേഴ്സിനെയും കിട്ടും, സ്ഥലങ്ങളും കിട്ടും. വെർച്വലായിട്ടുള്ള ലോകമാണ്. ആ ലോകം കിട്ടണം നമുക്ക്, ആ ലോകം കിട്ടണം. കാരണം ഇൻസ്റ്റാവേളിൽ നടക്കുന്ന ഒരു യുദ്ധം ഒക്കെ ഉണ്ടെന്നേ. എൻ്റെ സ്കൂളിൽ അതാണ് ഞാൻ ആ നോവൽ എഴുതാൻ പ്രധാനപ്പെട്ടൊരു കാരണം. എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ ഓണത്തിന് എന്നോട് വന്നിട്ട് പിള്ളേർ ചോദിച്ചു, സാറേ ചെറിയ രീതിയിലൊരു മാവേലി വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ഇവിടുന്ന് മാവേലിയായിട്ട് അണിഞ്ഞൊരുങ്ങിക്കോ, പരിപാടി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോടാണ് ഇവർ ചോദിക്കുക. കാരണം ഞാൻ ലേശം മലയാളം മാഷന്മാർ എപ്പോഴും ലേശം അല്ലേ ഇത്ര നമ്മൾ ലേശം പിള്ളേരോട് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവന്മാർ വന്ന് സാറേ മറ്റവരോട് ചോദിച്ചാൽ അനുവദിക്കുകയില്ല, സാറൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞ് HMനോട് ഞാൻ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞ് അങ്ങനെ ഓണാഘോഷ പരിപാടിക്ക് മാവേലി വരവ് അറേഞ്ച് ചെയ്തു. അപ്പം കുറച്ച് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, നമ്മൾ മുണ്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പോഴത്തേനും മാവേലി ഇങ്ങ് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ ഫെരാരി എന്ന് പറയുന്ന കാറില്ലേ, അതുപോലത്തെ ഒരു കാർ. അത് ഓൾട്ടർ ചെയ്തുണ്ടാക്കിയതാണല്ലോ, അവിടെ ഫെരാരി ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതുപോലൊരു കാർ സ്കൂൾ മുറ്റത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വരികയാണ്.
അതായത് തീയാ പാറുന്നത് അതിൻ്റെ ബേക്കിൽ നിന്ന് ഷൂം ഹൂം. അത് ടോം റൈഡർ എന്നൊക്കെ പറയുന്ന ആ പടത്തിലൊക്കെ പോകുന്നില്ല, ഇങ്ങനെ അതേപോലത്തെ ഒരു പരിപാടിയിൽ വരുന്ന പിന്നെ രണ്ടവന്മാർ നിന്നിട്ട് മണ്ണെണ്ണ വായിലെടുത്തിട്ട് ഊതിയിട്ട് ഊന്നിങ്ങനെ തീപ്പന്തം കാണിക്കുന്നു, മറ്റേ പൂക്കുറ്റി വരുന്നു, മറ്റേ ഗിൽറ്റ് വീഴുന്നു പരിപാടി. ഇതെല്ലാം കൂടെ വന്നിട്ട് മാഷ് പറഞ്ഞു ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് പിള്ളേർ മുഴുവൻ ഇളകിയില്ലേ. ഇതെന്താ മാവേലി ടേപ്പ് റെക്കോർഡറൊക്കെ പിടിച്ച് ഭയങ്കര ഇതിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വേറൊരു മാവേലി ഭയങ്കര മ്യൂസിക് ബൂം ബൂം കാറിനകത്തുനിന്ന് മറ്റേ അരിയിടിപ്പാട്ടം നമ്മൾ പറയല ഈ പരിപാടി ഇതെല്ലാം കൂടെ മെറ്റൽ പരിപാടി എല്ലാം കൂടെ വന്ന് അതിനും അവസാനം മാഷും എല്ലാം ഇവന്മാരെല്ലാം നമ്മൾ പിടിച്ചു നിർത്തി. അവസാനം പറഞ്ഞു വിനോയ് മാഷ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു എന്തെന്നാടാ. അപ്പോൾ അവർ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, സാറന്മാരിവിടെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇൻസ്റ്റാ വേൾഡിൽ യുദ്ധം ചെയ്താണ് ഈ പിള്ളേരെ കൊണ്ട് കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ റീലെടുക്കാൻ വേണ്ടിയാണ് അവർ സ്കൂളിൽ വരുന്നത്. മനസ്സിലായോ? ജസ്റ്റ് മറ്റുള്ളവർക്ക് മിസ്സാകുന്ന റീല് സ്കൂളിൽ വന്നെടുക്കുന്ന റീൽ, ആ വൈബ് ആ റീലൊന്നും വേറൊരുത്തരും കിട്ടൂല. അതിനാ സാറേ വരുന്നത്. പഠിക്കാൻ ഇപ്പം യൂട്യൂബൊക്കെ ഉണ്ട്, എന്ത് എന്താ പഠിക്കാൻ സ്കൂളിൽ വരേണ്ട കാര്യമുണ്ടോ സാറേ? റീലെടുക്കാനാണ് വരുന്നത്. അപ്പം വേറെ സ്കൂളുണ്ട്, നമ്മുടെ അപ്പുറത്ത് മണിക്കടവ് സ്കൂളുണ്ട്. മണിക്കടവുകാരും ഇവരും തമ്മിൽ റീലെടുത്തിട്ട് യുദ്ധമാണ്. നമ്മൾ വിചാരിച്ച പിള്ളേർ മുഴുവൻ പഠിക്കാനാണ് വരുന്നതെന്നല്ലേ? അല്ല, നമ്മുടെ മലയാളം ക്ലാസ് കേൾക്കാനാ. വെറുതെയാണ്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയും നേരം ഇദ്ദേഹത്തെ നമ്മൾ കേട്ടല്ലോ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഈ പുസ്തകങ്ങൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതൊക്കെ വായിക്കാൻ നമുക്ക് തന്നിട്ട് മാറി നിന്നിട്ട് ചിരിക്കുന്ന ഒരു കള്ളച്ചിരിയുണ്ട്. ഇവിടുത്തെ ഞാനടക്കമുള്ള ഇവിടെ ഇതിനകത്തിരിക്കുന്ന മലയാളം പഠിച്ചവരും പഠിപ്പിക്കുന്നവർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എല്ലാ മലയാള അധ്യാപകരും ട്രോളിയിട്ടാണ് ഈ മനുഷ്യനെ ഇന്ന് ചിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ കുരുത്തം കെട്ട ആർക്ക് വേണമെങ്കിലും ഈ കുരുത്തം കെട്ടവനോട് ചോദ്യം ചോദിക്കാം, എന്ത് ചോദ്യവും ചോദിക്കാം. അതിന് ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ എന്നെ തന്നെ ട്രോളുമ്പോൾ എല്ലാവർക്കും കൊള്ളുന്നു, അതാണ് പ്രശ്നം. ഞാൻ ട്രോളുന്നത് എന്നെ തന്നെയാണ്, പക്ഷെ ഞാനൊരു സാമാന്യ മനുഷ്യജീവി ആയതുകൊണ്ട് അതെല്ലാവർക്കും കൊള്ളുന്നു എന്നുള്ളതാണ്. എനിക്കതിൽ വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഈ സാഹിത്യമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗൾഫിൽ അധ്യാപകരായിട്ട് വരുന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ അടക്കമുള്ളവരുടെ കാര്യം തന്നെയാണ് പറയുന്നത്, എവിടെയെങ്കിലും ഒരു വേദിയിൽ സംസാരിക്കാൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ പഠിച്ചത് എന്തൊക്കെയോ ഇങ്ങോട്ട് പറഞ്ഞ് ഒരു പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ പോലും വെറുതെ കുറേ ആംഗലേയ പുസ്തകകാരന്മാരെയും പുസ്തകത്തേക്ക് ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന്. ആ പുസ്തകക്കാരൻ ഇതൊന്നും വിചാരിച്ചിട്ടും ഉണ്ടാവില്ല. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുസ്തകം പരിചയപ്പെടലും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറെ ഭാരങ്ങളുമായിട്ട് നടക്കുന്ന അധ്യാപകരുണ്ട്. പെട്ടെന്ന് ഇവിടെ അതിൻ്റെ ഈ പ്രോതാസിൻ്റെ ഇതിഹാസത്തിൽ ചെറിയൊരു സാധനം ഞാൻ വായിക്കാം, അത് മാത്രം വായിച്ചിട്ട് അത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ റെഡി ആയിരുന്നോളൂ, എന്തും ചോദിക്കാം. അതായത് പ്രോതാസിൻ്റെ ഇതിഹാസത്തിൽ അവസാനം ഈ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, ചോദ്യം ചോദിച്ചോട്ടെ, അതിനിടയ്ക്ക് ഞാൻ വായിച്ചോളാം. ചോദ്യം പോരട്ടെ. എടാ അതിൻ്റെ അവസാനം ഈ പ്രോതാസിസ് എന്ന് പറഞ്ഞ ഈ കേരള കോൺഗ്രസ്സുകാരനായ പിന്നീട് ബുദ്ധിജീവിയായി മാറി അദ്ദേഹത്തോട് ഒരു പുസ്തക ചർച്ചയിൽ വെച്ച് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, എടാ നീ ഇവിടെ വന്നിട്ട് എന്ത് മറ്റേത്തര പറയുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ വന്നത്. എന്നതായാലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് മതി. പിന്നെ ഇവിടെ ഈ പുസ്തക ചർച്ച എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ അവന് ഭ്രാന്ത് കയറുന്ന നേരത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു, അതൊരു പുസ്തകമാണെന്നുള്ള ബോധത്തിൽ വേണം നിങ്ങൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾക്ക് ഭ്രാന്ത് ഇല്ലല്ലോ, അല്ലാതെ ഇത് ബൈബിളാണെന്നും പറഞ്ഞ് സ്തുതിയും സ്തോത്രവും ചൊല്ലും അല്ല വേണ്ടത്. ബൈബിളിലുള്ളത് പോലും കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊരു പുസ്തകമാണ്, ജസ്റ്റ് ഒരു പുസ്തകമാണ് എന്നുള്ളത് കൊണ്ടാണ്, അത് മാത്രമാണ് അത് പറഞ്ഞതിനോടുള്ള ഒരിത്. ഓക്കെ, ചോദിക്കാം. രാജേഷ്, ഞങ്ങൾ ആദ്യം കരിക്കോട്ടക്കര ഇറങ്ങിയ പാടെ റിവ്യൂ എഴുതിയ ആൾ രാജേഷ് ചിത്രയാണ്. ഫസ്റ്റ് റിവ്യൂ എഴുതുന്ന ആൾ കരിക്കോട്ടക്കരയുടെ അല്ലേ, ഫസ്റ്റ് റിവ്യൂ വരുന്ന ആൾ രാജേഷ്. അപ്പോൾ രാജേഷ് മിണ്ടണം. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു കഥയുണ്ട് വിനോയുടെ, അരി എന്നാണ് കഥയുടെ പേര്. ആ കഥ വരുന്നതിന് ശേഷമാണ് മധു ഉണ്ടാകുന്നത്. ആ കഥ വന്നതിന് ശേഷമാണ് നമ്മൾ കിറ്റ് കൊടുത്തു തുടങ്ങിയത്. അതെ. അപ്പോൾ ഈ അരി അന്ന് എത്രത്തോളം പ്രസക്തമായിരുന്നു ആ കാലത്ത്? കാര്യം എനിക്ക് അത്ര കണ്ട് അറിയില്ലായിരുന്നു വിശപ്പ് ഒരു വലിയ വിഷയമാണ് കേരളത്തിലെന്ന്. ഞാൻ പേരിയ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അരി എന്ന് പറയുന്ന കഥ എഴുതുന്നത്. അപ്പം നമ്മൾക്ക് ഈ സ്കൂളിൽ അന്ന് കഞ്ഞി വെക്കാനുള്ള അരി ഇഷ്ടംപോലെ കിട്ടും. ഇതേ സ്ഥലത്ത് തന്നെയാണ് ട്രൈബൽ ആളുകൾ ആദ്യം കുറേ ഉള്ള
ഒരു സ്ഥലം കൂടെയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ അരി കൂടി വരുന്നു സ്കൂളിൽ. കാരണം ഇത് കണക്കിൽ നമ്മൾക്ക് എത്ര കണക്കാണ് അധ്യാപകർക്ക് അറിയാം. അരിയുടെ കണക്ക് ഒപ്പിക്കലും ഇപ്പം എത്ര അരിയുടെ കണക്ക് ഒപ്പിക്കലും പണിയാണ് സ്കൂളിൽ. അരി എങ്ങനെ അരി കൂടി വരും. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് എടുത്ത് കൊടുക്കാനും പറ്റില്ല. അപ്പോഴാണ് ഞാനൊരു ഡോക്യുമെൻ്ററി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ കോളനികളിലൊക്കെ പോയി അവരുമായിട്ട്. അപ്പോൾ അവർ സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ എല്ലാവരും കൂടെയാണ് വരിക. ഇവർ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഞ്ഞിയും കുടിച്ച് വൈകുന്നേരം കൂട്ടിയിട്ടേ പോകുള്ളൂ, കുട്ടികളെ കൂട്ടിയിട്ടേ പോകുള്ളൂ. ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതിയൊരു കഥയാണ് അരി എന്ന് പറയുന്നത്. ഒരു നമ്മൾ അങ്ങനെ ഇറങ്ങി ചെന്നാലാണ് നമുക്ക് മനസ്സിലാവുക പട്ടിണി ഉണ്ട് വളരെ. കാരണം എന്ന് വെച്ചാൽ പട്ടിണി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ നിന്ന് കണ്ടമാനം തിന്നാൻ കിട്ടുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഒരു കോപ്പുമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങി നമ്മൾ കൃഷി ചെയ്ത് ഒരു കിഴങ്ങ് കിട്ടണമെങ്കിൽ നമ്മൾ ചിലർ പറയലുണ്ട് എന്നോട്, കാട്ടിൽ പോയി ജീവിക്കണം, ഒരു ദിവസം പോയി ജീവിച്ചാൽ അവൻ്റെ ഇടപാട് തീരും. എന്നാ വെച്ചാൽ ഒരു നൂറൻ കിഴങ്ങ് എന്നൊക്കെ പറയുന്ന കിഴങ്ങുണ്ട്, അത് കുഴിച്ചെടുക്കണമെങ്കിൽ 4 മീറ്റർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വേര് പോലെ ഒരു സാധനം കിട്ടും. അത് നമ്മൾ വായിലിട്ട് കുറേ നേരം ചവച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 കിട്ടും. അതാണ് ഈ കാട്ടുകിഴങ്ങ് എന്ന് നമ്മൾ പറയുന്ന സാധനം. അതേസമയം നമുക്ക് കപ്പയുണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മൾ ഇതിനെ പരിഷ്കരിച്ച് ശാസ്ത്രം വളർത്തിക്കൊണ്ടുവന്ന സാധനം നമുക്കുണ്ട്. അത് തന്നെയാണ് ആനയും പന്നി ഇപ്പം വരുന്നത്. അവർ പട്ടിണിയിലാണ്, ആന പന്നി എല്ലാം പട്ടിണിയിലാണ്. കാരണം കാട്ടിലൊന്നുമില്ല. ഇതേ അവസ്ഥ ട്രൈബൽ പീപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ എഴുതിയ ഒരു കഥയാണ് അരി എന്ന കഥ. ഇപ്പോൾ സ്റ്റാൻ സ്വാമി രക്തസാക്ഷിയാണ്, സായിബാബ രക്തസാക്ഷിയാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ ചരിത്ര നിർമ്മിതിയിൽ രക്തസാക്ഷിത്വങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു വന്നത് നമുക്ക് രക്തസാക്ഷിയാണ്. ആ ക്രിസ്തുവിനെ പോലും പറയുമ്പോൾ അത് മനുഷ്യൻ അവൻ സൃഷ്ടിച്ച എല്ലാ ദർശനങ്ങളെയും കാലക്രമേണ പരിഷ്കരിച്ചിട്ടുണ്ട്. അബ്രഹാം മകനെ ബലി കൊടുക്കാൻ പോയ ദൈവസങ്കല്പത്തിൽ നിന്നാണ് ആത്മബലി എന്നുള്ള സങ്കല്പത്തിലേക്കുള്ള പരിവർത്തനമാണ് ക്രൈസ്റ്റിലെത്തുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാ വല്ലാതെ ലൈറ്റാക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ചോർന്നു പോകുന്ന പോലെ ഒരു അനുഭവമുണ്ട്. അതിലെന്താണെന്നറിയോ, ഈ ബലി എന്നുള്ള ആശയത്തെ പുരുഷമേധയാഗം എന്ന് പറഞ്ഞൊരു യാഗമുണ്ട്. ഈ യാഗത്തിനായി ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുത്ത ആൾക്ക് 1 വർഷം എന്തും ചെയ്ത് ജീവിക്കാം, സ്വാതന്ത്ര്യം കിട്ടും, എന്തും ചെയ്യാം. പക്ഷേ അയാൾ സമൂഹത്തിന് വേണ്ടി ബലി കഴിക്കപ്പെടുന്നു. ഞാൻ പറയുന്നത് ബലി മനുഷ്യവംശത്തിൽ ഭയങ്കര പ്രാകൃതമായ ഒരാചാരമാണ്. നമ്മൾ അതിനെ എത്ര പരിഷ്കരിക്കാൻ ശ്രമിച്ചാലും അതിൽ ആ ഹിംസയുടെ ഒരു കണ്ടൻറ്റ് അവശേഷിക്കും. അതിനെ നമുക്ക് എത്ര പൊതിഞ്ഞ് പറയാം, നമുക്ക് എത്ര ആദർശവൽക്കരിക്കാം, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം. ആത്യന്തികമായി അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ മരിച്ചതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ ഷോർട്ട് ടൈം ജീവിക്കാൻ പറ്റുമായിരിക്കും, നിൻ്റെ മരണം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബലി എന്നുള്ള ആശയത്തെ കുറച്ചുകൂടെ വേറൊരു തലത്തിൽ നിന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പം വളരെ നിസ്സാരമാണ്. പെട്ടെന്ന് ആളുകൾ പറയല്ലേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചവനാണ് ഞാൻ, ഇന്ന മതത്തിന് വേണ്ടി മരിച്ചവനാണ് ഞാൻ. എന്തിന്? ക്രിസ്തു മരിച്ചിട്ട് പാവം ഇല്ലാതായോ? എൻ്റെ ചോദ്യം അതാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും പാപത്തിന് മോചനത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ അത് കൂടി വരികയല്ലേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ ആ മത ആചാരപ്രകാരം ആ ആംഗിളിൽ ചിന്തിച്ചാൽ തന്നെയുള്ള കാര്യം. ഞാൻ ആലോചിക്കുന്നത് ബലിയെ പറ്റിയാണ്. അതാണ് കുറച്ച് സങ്കീർണമാണ്. അത് നമുക്കൊരു കുറേ കൂടെ വിശാലമായ അർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണത്, ഈ ബലി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് വന്നത്. ചുരുളിയിലെ തെറി ഒരു പ്രഷർ വാൽവ് തുറക്കലാണ്. അത് കേട്ടിട്ട് ന്യൂ ജനറേഷനൊന്നും തോന്നിക്കാണില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അറിയാവുന്നവർക്ക് അത് പ്രയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ചുരുളിക്ക് നേരെയുള്ള ആ ഒരു ആരോപണങ്ങൾ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ ആളുകൾ തന്നെ ഗീതാഗോവിന്ദത്തിലെ സോപാന സംഗീതത്തിൽ പാടുന്ന ജയദേവരുടെ എടുത്ത് നിന്ന് തൊഴുകയും ചെയ്യുന്നു. അപ്പം സംസ്കൃതം എന്ന് പറയുന്നത് മഹത്തരവും മലയാളം എന്ന് പറയുന്നത് ഒരു രണ്ടാനമ്മ നയല്ലേ മലയാളത്തോട്. അപ്പോൾ ഈ മലയാളത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണോ ചുരുളിയിലെ തെറി? തീർച്ചയായിട്ടും. ഞാനത് പറഞ്ഞ വളരെ വ്യക്തമല്ലേ. എന്നുവെച്ചാൽ ഞാനിപ്പം നേരത്തെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത പദമാണ്. ലൈംഗികവും അതെ, ബന്ധവും അതെ, രണ്ടും സംസ്കൃത പദമാണ്. അപ്പം മണിപ്രവാളത്തിൽ നമുക്ക് എന്ത് തോന്നിയാസോ എഴുതാം, ഒരുത്തിനും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ശരിക്കും മലയാളത്തിൽ എന്തെങ്കിലും എഴുതിപ്പോയാൽ അത് പ്രശ്നമായി. അപ്പം എന്താണ് ഞാൻ മലയാള ഭാഷയിൽ തള്ള എന്ന് പറയുന്ന കുമാരനാശാൻ്റെ
തള്ളയും കുട്ടിയും എന്നായിരുന്നു. ഇപ്പം അത് അമ്മയും കുട്ടിയും എന്നാണ് ഇപ്പം വായിക്കുന്നത്. ഞാൻ അമ്മയും കുഞ്ഞും എന്നാണ് വായിക്കുന്നത്. എൻ്റെ തള്ളയ്ക്ക് എന്തേ കുഴപ്പം? അതുപോലെ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ എടുത്തു വെച്ചൊരു പാഠമാണ്. അതായത് ഞാൻ പാഠപുസ്തക സമിതിയിലുണ്ടായിരിക്കുമ്പോൾ കോഴിയും കിഴവിയും എന്ന് പറയുന്ന പാഠം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്കറിയാം. കാരൂരിൻ്റെ കോഴിയും കിഴവിയും. അവിടെ കിഴവി എന്ന പദത്തെ വളരെ ഭംഗിയായിട്ടുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അത് പക്ഷേ ഇന്ന് കിഴവി എന്ന് വെച്ചാൽ കിഴവി എന്ന് വിളിച്ചു അവൻ എന്നെ. അതേസമയം വൃദ്ധ എന്ന് വിളിച്ചാൽ അത് കുഴപ്പമില്ല, അവരൊരു വൃദ്ധയാണെന്ന്, അവരൊരു കിഴവിയാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ മലയാളത്തിൻ്റെ ഇതെന്തേരം പോയി. നമ്മുടെ ഭാഷ മലയാളം എന്നുള്ള തനിമ പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ആഗ്രഹിച്ചത്. എന്തോ ഒരു കാര്യം കൂടെ പറയാൻ പെട്ടെന്ന് ഓർത്തായിരുന്നു. എന്തായാലും അതാണ് ഞാൻ വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണത് ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേൽ അമരുന്നതാങ്കി മുക്കണ്ണന് കണ്ണുകൾക്ക് ഉത്സവമായി എന്ന് എഴുതിയാൽ യാതൊരു പ്രശ്നവും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അതെല്ലാവരും ഞാൻ പറയട്ടെ, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പാഠം, അതായത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസം കുളിർ തണ്ണീതിരാംശുനി എന്നുള്ള കുമാരനാശാൻ്റെ കാവ്യഭാഗമാണ്. ചോദിക്കുന്നില്ല. അപ്പോൾ അവൾ ഈ മറ്റു ചണ്ടാല ഭിഷുകി പറയുകയാണ്, അപ്പം എന്താണ് ആ നളിന മനോഹരൻ എന്നാണ് പറഞ്ഞത്. മനോഹരൻ സുന്ദരൻ. അവൻ സുന്ദരനായ ഭിക്ഷു ചോദിച്ചു വെള്ളം, പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ. സുന്ദരനായതുകൊണ്ട് പിന്നെ തർക്കം പറഞ്ഞില്ല. പിന്നെ 4-5 വരികളുണ്ട്. അതെങ്ങാനും ഞാനിവിടെ മലയാളത്തിൽ പറഞ്ഞാൽ മാതങ്കിയുടെ അവസ്ഥയാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ വിടർന്നു എന്ന് പറയും. മുഖം എന്നുള്ളതിന് വേറെ എന്തേലും അങ്ങനെ ഞാൻ പറഞ്ഞ ഈ അർത്ഥത്തിലാണ്. ആശാന് കുറച്ചുകൂടി ഒരു ആശാൻ ഇതാണ് എഴുതി വെച്ചത്. ആശാൻ കറക്റ്റ് ഇത് തന്നെയാണ് എഴുതി വെച്ചത്. കൈകൾ തൻ തുടമേൽ ഇരുന്നു സുന്ദരി എന്നുള്ള. അതെ അതെ, കൃത്യമായിട്ട് ആശാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. എന്ത് മാതങ്കി വിചാരിച്ചും തന്നെയാണ് ആശാൻ ഉദ്ദേശിച്ചത്. ആശാൻ പക്ഷേ ഇത് പാഠപുസ്തകമാക്കുമെന്നോ, നമ്മളെപ്പോലുള്ള മലയാളം മാഷന്മാർ ഇത് 9ാം ക്ലാസ്സിൽ പോയി വിശദീകരിക്കേണ്ടി വരുമെന്നോ ആശാൻ വിചാരിച്ചിട്ടില്ല. അത് വിശദീകരിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ മലയാളത്തിൽ എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ ടീച്ചർമാരും വിശദീകരിക്കുമോ? ഞാൻ ചോദിക്കുന്നത്, എല്ലാ ടീച്ചേഴ്സും ഇത് വിശദീകരിക്കുമോ? അല്ല ഞാൻ പരിചയമുള്ള, ഞാനിപ്പോൾ എല്ലാ ക്ലസ്റ്റർ മീറ്റിങ്ങിനും പോകുന്ന ഒരാളാണ്. ആ ക്ലസ്റ്റർ മീറ്റിങ്ങിലെ ഒരു ടീച്ചേഴ്സിനും ഇതിങ്ങനതാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുകയോ അതിനുശേഷം അതിൻ്റെ ധ്വനി എന്താണെന്ന് ഈ ഇതിൻ്റെ ടീച്ചേഴ്സ് ടെസ്റ്റിൽ പറയുകയോ ഈ രീതിയിൽ ക്ലാസ്സിൽ വിശദീകരിക്കുകയോ ചെയ്യില്ല. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഒരു കാര്യം ക്ലാസ്സിൽ വിശദീകരിച്ചാൽ ഞാൻ ഇതിൻ്റെ ഉണ്ടാകണ്ടേ, അറിയണ്ടേ? ഞാൻ എൻ്റെ അധ്യാപന പരിചയം വെച്ച് ഈ ടീച്ചർ ടെസ്റ്റിൽ ഉണ്ടാക്കുന്നവര് ഒരു പരിധിവരെ കവിത എന്താന്ന് അറിയാത്തവരാണ്. അങ്ങനത്തെ ഉള്ള ഒരു ടീച്ചർ ടെസ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അവരോട് പറയേണ്ട കാര്യമാണ്. ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അനുഭവിക്കുന്ന പ്രശ്നം ഇത്തരം കാര്യങ്ങൾ പറയാൻ. ഞാൻ ചോദിക്കട്ടെ സാർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ. ഞാൻ ഈ പാഠഭാഗം ഇതുപോലെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നു, അതിനെന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. ഒരു പങ്കുവെച്ചു പോയി അവിടെ പോയി പറയും, സാറ് ക്ലാസ്സിൽ വന്ന് ഇത് അശ്ലീലം പറഞ്ഞു എന്ന് പറയുകയും രണ്ടാമത്തെ ദിവസം എനിക്ക് സസ്പെൻഷൻ കിട്ടുകയും എൻ്റെ പണി പോവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അത് തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ചർച്ചയിലേക്ക് പോകാൻ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം വളരെ കുറവേ ഉള്ളൂ. 8:10. വിനോയ് തോമസുമായിട്ട് അധ്യാപകർക്ക് മറ്റൊരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാം. നമ്മൾ സാഹിത്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും പെട്ടെന്ന് കെ നന്ദകുമാർ കണ്ണൻ, കരിക്കോട്ടക്കരിയുടെ ഇംഗ്ലീഷ് പതിപ്പിൻ്റെ പ്രകാശനമാണ്. കെ നന്ദകുമാർ ഇദ്ദേഹമാണ് ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ലിജീഷ് കണ്ണന് നൽകി പ്രകാശനം ചെയ്യുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, കരിക്കോട്ടക്കരി ആദ്യത്തെ നോവലാണ്. 2014 DC ബുക്സിൻ്റെ നോവൽ മത്സരത്തിലൂടെ ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോവലാണ്, ആദ്യത്തെ എഴുത്തുമാണ്. അതിനു മുമ്പ് ഞാനൊരു കഥ പോലും എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. ചില കുട്ടികളുടെ നാടകങ്ങളും പരിപാടിയൊക്കെ ആയിരുന്നു.
ആ പുസ്തകം ഇപ്പോൾ പെൻഗിൻ ബുക്സ് ബ്ലാക്ക് ആൻഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ലോഞ്ചിങ് പരിപാടിയാണ് നടക്കുന്നത്. നന്ദകുമാർ സാറ് ദുബായിലാണ്. അദ്ദേഹം ആണ് എൻ്റെ ആൻഹിൽ എന്ന് പറയുന്ന പുറ്റ് എന്ന് പറയുന്ന നോവലും പെൻഗിൻ ബുക്സ് പബ്ലിഷ് ചെയ്ത് അതും ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ലോഞ്ചിങ് ഇവിടെ നടക്കുകയാണ്. സന്തോഷത്തോടു കൂടി അത് പ്രകാശനം ചെയ്യുന്നതിനായി ലിജീഷ് കുമാറിനെ ഏറ്റുവാങ്ങുന്നതിനായി കണ്ണനെയും ക്ഷണിക്കും.